നമസ്കാരം. ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം ഈ ലാപ്പിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി ഏതാനും ചില വേർഡ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും എന്നാൽ വളരെ കോമൺ ആയതുമായ, നമുക്കറിയാമെന്ന് നമ്മൾ തോന്നുന്ന എന്നാൽ പരിശീലിച്ച് പരിചയിക്കേണ്ട ഏതാനും ചില വേർഡ്സ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ ഐ, മൈ, മൈൻ ആൻഡ് മീ. സെക്കൻഡ് ക്ലാസ്സിൽ ഹി, ഹിസ്, ഹിസ് ആൻഡ് ഹിം. മൂന്നാമത്തെ ക്ലാസ്സിൽ ഷീ, ഹർ, ഹേഴ്സ് ആൻഡ് ഹർ. ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 4 വേർഡ്സ് വി, അവർ, അവേഴ്സ് ആൻഡ് അസ്. എല്ലാം കേട്ട് പരിചയമുള്ള വാക്കുകൾ തന്നെ, പക്ഷേ ഓരോന്നിനും ഓരോ സെൻറ്റൻസിലും ഓരോന്നിൻ്റെയും റെലവൻസ്, എൻ്റെ സാങ്കത്യം എന്നത് ഒന്ന് മനസ്സിലാക്കുകയും സെൻറ്റൻസുകൾ പരിചയപ്പെടുകയും പറഞ്ഞ് പഠിക്കുകയും ചെയ്യണം. അങ്ങനെ ഈ ക്ലാസ് കൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാകണം. ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം വളരെ ലളിതമായ ക്ലാസ്സുകൾ നമുക്ക് സംസാരിക്കാനും നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള ലാംഗ്വേജ് സംബന്ധമായ, ഇംഗ്ലീഷ് ലാംഗ്വേജ് സംബന്ധമായ ക്ലാസ്സുകളുടെ ലഭ്യമാണ്. നിങ്ങൾ തീർച്ചയായും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. ഏതെങ്കിലും പ്രത്യേക ഒരു ഏരിയയുടെ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ അത് തീർച്ചയായും ഞാൻ പരിഗണിക്കുന്നതാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 4 വേർഡ്സ് വി, അവർ, അവേഴ്സ് ആൻഡ് അസ്. വി, അവർ, അവേഴ്സ് ആൻഡ് അസ്. വി നമുക്കെല്ലാം അറിയാം, ഞങ്ങൾ എന്നാണ് അർത്ഥം. അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എന്നാണ് അർത്ഥം. അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേത് എന്നാണ് അർത്ഥം. ചെറിയ വ്യത്യാസമുണ്ട്. സെൻറ്റൻസിൽ ആ വേർഡ് വരുന്ന പൊസിഷന് വ്യത്യാസമുണ്ട്. അതൊന്ന് മനസ്സിലാക്കണം. അസ് എന്നാൽ ഞങ്ങളെ, ഞങ്ങളോട് എന്നാണ് അർത്ഥം. ഓരോ വേർഡ് നമുക്ക് ചെറിയ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പഠിക്കാം. വി, വി എപ്പോഴും ഒരു സബ്ജക്റ്റാണ്, പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സെൻറ്റൻസിൻ്റെ ആദ്യം തന്നെ വരും. അത് ഒരു പ്രോനൗൺ കൂടിയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പേര് ആവർത്തിച്ച് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് വി എന്ന ഒരു സിമ്പിൾ വേർഡ് കൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. വി, ഞങ്ങൾ. അത് സബ്ജക്റ്റാണ്, അതൊരു പ്രോനൗൺ കൂടിയാണ്. സെൻറ്റൻസ് നോക്കാം. വി ആർ പ്ലാന്റിങ് ട്രീസ്. വി ആർ പ്ലാന്റിങ് ട്രീസ്. പ്ലാന്റ് എന്ന് പറയുന്ന ആ ഒരു വെർബിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് വി. അതുകൊണ്ട് അത് സബ്ജക്റ്റാണ്. പ്ലാന്റ് ചെയ്യുന്ന എല്ലാവരുടെയും കൂടി പേര് ആവർത്തിച്ച് പറയുന്നതിന് പകരം ഒരു ചെറിയ വേർഡിന് അതിനെ ഒതുക്കിയിരിക്കുന്നു വി. വേർഡ് ഇൻസ്റ്റഡ് ഓഫ് എ നൗൺ. ഒരു പേരിന് പകരമായി ഉപയോഗിക്കുന്ന വേർഡ്. അതുകൊണ്ട് അതൊരു പ്രോനൗൺ കൂടിയാണ്. വി ആർ പ്ലാന്റിങ് ട്രീസ്. വി ആർ പ്ലാന്റിങ് ട്രീസ്. ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ഞങ്ങൾ ചെടികൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. വി ഓഫൺ വിസിറ്റ് അവർ അങ്കിൾ. ഞങ്ങളുടെ അമ്മാവനെ ഞങ്ങൾ മിക്കപ്പോഴും സന്ദർശിക്കാറുണ്ട്. ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. സന്ദർശിക്കുന്നു എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് വി സബ്ജക്റ്റിൻ്റെ സ്ഥാനമാണ്. വി ഓഫൺ വിസിറ്റ് അവർ അങ്കിൾ. വി ഓഫൺ, OFTEN, ഓഫൺ, മിക്കപ്പോഴും എന്നാണ് അർത്ഥം. വി ഓഫൺ വിസിറ്റ് അവർ അങ്കിൾ. വി ഗോ ടു മാർക്കറ്റ് വൺസ് എ വീക്ക്. വി ഗോ ടു മാർക്കറ്റ് വൺസ് എ വീക്ക്. ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ ചന്തയിൽ പോകാറുണ്ട്. അവർ ട്രിപ്പ് വാസ് എക്സൈറ്റിംഗ്. വളരെ ആവേശം ജനിപ്പിക്കുന്നതായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. അവർ ട്രിപ്പ് വാസ് എക്സൈറ്റിംഗ്. അവർ ട്രിപ്പ് വാസ് എക്സൈറ്റിംഗ്. വളരെയധികം ആവേശം ജനിപ്പിക്കുന്നതായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. അടുത്ത വേർഡ് നമുക്ക് നോക്കാം. അവേഴ്സ്. നമ്മളുടേത് അല്ലെങ്കിൽ ഞങ്ങളുടേത്. അവേഴ്സ്. മൈൻ എന്ന് പറയുന്നത് പോലെ, ഹിസ് എന്ന് പറയുന്നത് പോലെ, ഹേഴ്സ് എന്ന് പറയുന്നത് പോലെ അവേഴ്സ് ഞങ്ങളുടേതാണ്. ദിസ് ഈസ് അവേഴ്സ്. ഇത് ഞങ്ങളുടേതാണ്. ദിസ് ഈസ് അവേഴ്സ്. ഇത് ഞങ്ങളുടേതാണ്. ദിസ് ഈസ് അവേഴ്സ്. ദിസ് ചെയർ ഈസ് അവേഴ്സ്. ഈ കസേര ഞങ്ങളുടേതാണ്. ദിസ് ചെയർ ഈസ് അവേഴ്സ്. ഈ കസേര ഞങ്ങളുടേതാണ്. അത് ഒരു പൊസഷനെയാണ്, ഉടമസ്ഥാവകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദിസ് ഈസ് നോട്ട് അവേഴ്സ്. ഇത് ഞങ്ങളുടേതല്ല. ദിസ് ഈസ് നോട്ട് അവേഴ്സ്. ദിസ് ഈസ് നോട്ട് അവേഴ്സ്. ഇത് ഞങ്ങളുടേതല്ല. ദീസ് ബുക്സ് ആർ അവേഴ്സ്. ഈ പുസ്തകങ്ങളെല്ലാം ഞങ്ങളുടേതാണ്. ദീസ് ബുക്സ് ആർ അവേഴ്സ്. ദീസ് ബുക്സ് ആർ അവേഴ്സ്. ഈ പുസ്തകങ്ങളെല്ലാം ഞങ്ങളുടേതാണ്. ദീസ് ബുക്സ് ആർ അവേഴ്സ്.
ഇതും ഒരു ഉടമസ്ഥാവകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവേഴ്സ്, ഞങ്ങളുടേത്. ദി സ്കൂൾ ഈസ് അവേഴ്സ്, ഈ സ്കൂൾ ഞങ്ങളുടേതാണ്. ദി സ്കൂൾ ഈസ് അവേഴ്സ്. അപ്പോൾ അവേഴ്സിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേർഡാണ്, നമുക്കെപ്പോഴും സംശയം ഉണ്ടാകാവുന്ന ഒരു വേർഡാണ് അസ്. ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വീകർത്താവ് അല്ലെങ്കിൽ ഫലം അനുഭവിക്കുന്നതാണ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് ഒരു സെന്റൻസിൽ അസിന്റെ സ്ഥാനം. ദേ ടോൾഡ് അസ്, അവർ ഞങ്ങളോട് പറഞ്ഞു. പറഞ്ഞത് അവരാണ്, ദേ ആണ്. ദേ ടോൾഡ്, അവർ പറഞ്ഞു. ആരോടാണ്? ആ പറഞ്ഞ പ്രവൃത്തിയുടെ സ്വീകർത്താവ് ആരാണ്? ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു. അസ് എന്ന് പറയുന്ന വേർഡ് എപ്പോഴും ഒരു ഓബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് വരിക. ഞങ്ങളോട് പറഞ്ഞു, ഓബ്ജക്റ്റിന്റെ സ്ഥാനമാണ്. ദ പോലീസ്മാൻ ഹെൽപ്ഡ് അസ് ടു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. ദ പോലീസ്മാൻ ഹെൽപ്ഡ് അസ്, ഞങ്ങളെ സഹായിച്ചു. ദ പോലീസ്മാൻ ഹെൽപ്ഡ് അസ് ടു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ പോലീസുകാരൻ ഞങ്ങളെ സഹായിച്ചു. സെൻറ്റൻസ് പല പ്രാവശ്യം പറഞ്ഞു പഠിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നമ്മുടെ സ്വന്തമാവുള്ളൂ. നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഇത് നമ്മുടെ സ്വന്തമാക്കണം. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന സെൻറ്റൻസ് ആകാം, ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് ആകാം, ഒരുപക്ഷെ പഠിക്കുന്ന ഒരു നോട്ട് എഴുതുന്നുണ്ടായിരിക്കാം. അത് ബുക്കിൽ തന്നെ അവശേഷിക്കാതെ നമ്മുടെ ബ്ലഡിൻ്റെ ഭാഗമായി, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി വോക്കൽ കോഡ്സിൽ ഇത് ഒന്നും ഇമ്പോസ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സമയത്ത് ഈ സെൻറ്റൻസുകൾ പ്രയോജനപ്പെടുകയുള്ളൂ. അസ് എന്ന വേർഡ് ഉപയോഗിച്ച് മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് കാണാം. ദ ഡോക്ടർ അഡ്വൈസ്ഡ് അസ് ടു അവോയ്ഡ് ടിൻഡ് ഫുഡ്. ടിൻ ചെയ്ത, അതായത് കുപ്പിയിൽ അടച്ചു വരുന്ന ഭക്ഷണം. ദ ഡോക്ടർ അഡ്വൈസ്ഡ് അസ്, ഞങ്ങളെ ഉപദേശിച്ചു. ഡോക്ടർ അഡ്വൈസ്ഡ് അസ്, ഞങ്ങളെ ഉപദേശിച്ചു. എന്തിനാണ് ഉപദേശിച്ചത്? എന്താണ് ഉപദേശിച്ചത്? ടു അവോയ്ഡ് ടിൻഡ് ഫുഡ്. ടു അവോയ്ഡ് ടിൻഡ് ഫുഡ്. അവോയ്ഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നിങ്ങളെ പറയാൻ ഉദ്ദേശിച്ച വേർഡ് അസ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദ ഡോക്ടർ അഡ്വൈസ്ഡ് അസ്, ഡോക്ടർ ചെയ്ത പ്രവൃത്തിയുടെ ഓബ്ജക്റ്റ് ആണ്, അതിൻ്റെ സ്വീകർത്താവാണ്, ഫലം അനുഭവിച്ചതാണ് ഞങ്ങൾ. അതുകൊണ്ട് അസ് എന്ന് പറയുന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ദ ഡോക്ടർ അഡ്വൈസ്ഡ് വി അല്ല, ദ ഡോക്ടർ അഡ്വൈസ്ഡ് അസ്. മൈ ഫ്രണ്ട് വിസിറ്റഡ് അസ് യെസ്റ്റർഡേ. ഇന്നലെ എൻ്റെ കൂട്ടുകാരൻ എന്നെ സന്ദർശിച്ചു. മൈ ഫ്രണ്ട് വിസിറ്റഡ് അസ് യെസ്റ്റർഡേ. വിസിറ്റഡ് അസ്, ഞങ്ങളെ. എൻ്റെ കൂട്ടുകാരൻ ചെയ്ത ആ പ്രവൃത്തിയുടെ സ്വീകർത്താവ്, ഫലം അനുഭവിച്ച് ഞാനാണ്. അപ്പോൾ മൈ ഫ്രണ്ട് വിസിറ്റഡ് വി അല്ല, മൈ ഫ്രണ്ട് വിസിറ്റഡ് അസ് യെസ്റ്റർഡേ. ഇത് വളരെ പ്രധാനപ്പെട്ട വേർഡാണ്. ഈ ഒരു 4 ക്ലാസ് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട, ഇംഗ്ലീഷിലെ എപ്പോഴും കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള, ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഈ വേർഡ് നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. അത് പഠിക്കുക മാത്രമല്ല, അത് വോക്കൽ എക്സസൈസ് ചെയ്ത് നമ്മുടെ സ്വന്തമാക്കണം. ക്ലാസ് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.